ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കേരളത്തിൽ ഇത്തവണ വലിയ മാറ്റങ്ങൾ കണ്ടു. അതിൽ ഏറ്റവും വലിയ മാറ്റം കണ്ടത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി BJP അക്കൗണ്ട് തുറക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടു. ഇപ്പോൾ ആ വിജയാഘോഷങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നിയുക്ത MP മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. ഉജ്ജ്വലമായ വരവേൽപ്പും സ്വീകരണവുമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി BJP ഒരുക്കിയിരിക്കുന്നത്. റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ വരവേൽപ്പാണ് തൃശ്ശൂരിൽ സ്വരാജ് റൗണ്ടിൽ സുരേഷ് ഗോപിക്ക് ആയിട്ട് ഒരുക്കിയിട്ടുള്ളത്. BJP പ്രവർത്തകരൊക്കെ നമുക്ക് കാണാം. ഇന്നലെ അവർ ആ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചു. ഇന്ന് തങ്ങളുടെ MP വരാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി, അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ആവേശക്കടലായി ഇപ്പോൾ സ്വരാജ് റൗണ്ട് മാറിയിരിക്കുകയാണ്. റോഡ് ഷോ ആരംഭിക്കുകയാണ്. BJP നേതാക്കളും പ്രവർത്തകരും ഒക്കെ സുരേഷ് ഗോപിക്ക് വലിയ വരവേൽപ്പ് നൽകാൻ, ഈ ഒരു വിജയം കേരളത്തിൽ താമര വരുന്നത് ആഘോഷമാക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, വലിയ ആഘോഷം, വലിയ വരവേൽപ്പ്. തീർച്ചയായും വലിയ വരവേൽപ്പ് തന്നെയാണ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപി അല്പസമയം മുമ്പാണ് തൃശ്ശൂർ കളക്ടറേറ്റിലേക്ക് എത്തി വിജയപത്രം വാങ്ങിയത്. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ വിജയപത്രം അദ്ദേഹത്തിന് നൽകി. ഇപ്പോൾ പ്രവർത്തകരെ കൈവീശി കാണിച്ചുകൊണ്ട് പ്രവർത്തകരോട് അവർക്ക് ആവേശം പകരുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ഒരു റോഡ് ഷോ തന്നെയാണ് ഇന്നിപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ ആകമാനം അദ്ദേഹത്തിനായി BJP നേതാക്കളും BJP പ്രവർത്തകരും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള ഒരു പ്രാതിനിധ്യം നേടിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ മണ്ണിൽ താമര വിരിയിച്ചത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. 74,884 വോട്ടുകളുടെ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ചെറുതൊന്നുമല്ല BJP പ്രവർത്തകരെ ആവേശത്തിലാക്കിയിരിക്കുന്നത്. കാരണം വലിയ തോതിലുള്ള ഒരു പ്രചാരണ പരിപാടികൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് BJP നടത്തിയിരുന്നു. വിജയം സുനിശ്ചിതം എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രചാരണ പരിപാടികൾ മുഴുവനും. ആ സമയത്തെല്ലാം തന്നെ വലിയ തോതിൽ ഈ തൃശ്ശൂരിൽ നടന്നിരുന്ന ഒരു പോരാട്ടത്തിൽ അദ്ദേഹത്തിന് പല തവണ എതിരാളികളുടെ പലതരത്തിലുള്ള ട്രോളുകളും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പോരാട്ടങ്ങളും എല്ലാം തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. അതിനെയെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. മന്ത്രി K രാജൻ, R ബിന്ദു എന്നീ 2 മന്ത്രിമാർ ജില്ലയിലുണ്ട്. ഈ 2 മന്ത്രിമാരുടെയും മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം നേടാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മുന്നോട്ട് വന്നത്. അതിനോടൊപ്പം തന്നെ K രാജൻ പ്രതിനിധീകരിക്കുന്ന ഒല്ലൂർ മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷം നേടാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു. 15,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഒല്ലൂർ മണ്ഡലത്തിൽ മാത്രം അദ്ദേഹത്തിനായുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആവേശം പ്രവർത്തകരിലേക്ക് എത്തിക്കാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ ആത്മവിശ്വാസം കൃത്യമായിരുന്നുവെന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ഈ ഒരു വിജയവും എല്ലാം തന്നെ. എന്തായാലും അദ്ദേഹം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ വലിയ തോതിലുള്ള ഒരു ആവേശകരമായ വരവേൽപ്പെല്ലാം തന്നെ നേടി. അതിനുശേഷമാണ് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ വലിയ തോതിൽ 25,000-ഓളം പ്രവർത്തകരടങ്ങുന്ന ഒരു വലിയ വമ്പിച്ച റാലി ഒരുക്കിക്കൊണ്ടാണ് ആവേശകരമായ ഒരു സ്വീകരണം BJP പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്.